ഓക്കെ ഗൈസ്, ഫൈനലി അങ്ങനെ നമ്മൾ ഒരു വർഷത്തിന് ശേഷം നമ്മുടെ ഷോളയാർ ഡാമിന്റെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കാണ്ടാവും. ഇനി ഇവിടുന്ന് ഫുള്ള് ചുരം കയറാട്ടോ. നമ്മളിത് ഫസ്റ്റ് ഹെയർ പിൻ വളവ് കയറും. 40 ഹെയർ പിന്നാ? നോക്കട്ടെ. ആയിരുന്നു അതിനിപ്പോ ആവുന്നില്ല. ഇനിയുണ്ട് ഇങ്ങോട്ട് വരുന്നില്ല. അതിന് പേടി ആരാണ്ട് നമ്മള് താഴത്ത് വിരിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഒരു കാർപ്പറ്റ് ഒക്കെ കൊടുത്തു നിന്നിട്ടാ. പക്ഷെ ഇവിടെ എന്താ വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ താഴത്താണ്ട് പറ്റില്ല. അതുപോലെ തന്നെ ചെറുതായിട്ടൊരു മഴയല്ല, ഒരു മഞ്ഞ് പോലെ. അത്രയും അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾ ഇതിന് ബാക്ക് നോക്കി, നിങ്ങൾ ഇവിടെ നിന്നാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് മഞ്ഞ്, കോടം മഞ്ഞ് നിറഞ്ഞു കിടക്കാണ്ട് കേട്ടോ. ടോട്ടൽ 40 ഹെയർ പിന്നിൽ നമ്മൾ 32ാമത്തെ ഹെയർ പിൻ എത്തിയിട്ടുള്ളൂ. ഇനി ഇവിടുന്ന് ഒരുപാട് കയറാണ്ട്. ഓക്കെ, ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ട നിങ്ങൾ 2:30 ടൈമത്തെ ക്ലൈമറ്റ് ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഒന്നും കാണാൻ പറ്റാതെ, ചെവി അടഞ്ഞു, ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ കേട്ടാ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഷോളയാർ ഡാമിൻ്റെ മേലിലാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ട, ജൂണിലാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആതിരപ്പള്ളി, അവിടുന്ന് മലക്കപ്പാറ, വാൾപ്പാറ നിന്ന് പൊള്ളാച്ചി, അവിടുന്ന് ആനമലൈ, മറയൂർ, മൂന്നാർ, അങ്ങനെയാണ് നമ്മൾ പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. സോ എന്തായാലും കണ്ടു നോക്കട്ടാ. ഇവിടെ സ്ഥലം നോക്കിയത് ആ ഒരു ഇതിന് മുകളിലൊക്കെ നല്ല മഞ്ഞ് കാണട്ടോ, മലയുടെ മുകളിൽ. ഇപ്പോൾ ഇത് ഈ ഡാമിൽ വെള്ളം കുറഞ്ഞിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം. അവിടെ നമ്മൾ വണ്ടി ഇത് അവിടെ നിൽക്കുന്നുണ്ട്. ഇതാ ഉമ്മി റിഷാലും ഒക്കെ അവിടെ ഉണ്ട്. അപ്പം ഞാനവിടെ ചെല്ലട്ടെ. ഇതിൽ അന്നും വെള്ളം ഉണ്ടായിരുന്നില്ല, അന്ന് ചെറുതായിട്ടെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഫുള്ള് ക്ലോസ് ആക്കിയിട്ട് ഇട്ടിരിക്കുകയാണ്. ഗൈസ്, നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ഷോളയാർ ഡാം, ഈ ഡാം നമ്മൾ ഈ ഒരു പാലത്തുമെന്ന് നോക്കുമ്പോൾ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എങ്ങനെ പറയാൻ നിൽക്കാറില്ല, നമ്മൾ വന്നിട്ട് തന്നെ കണ്ടു നോക്കണം. നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ അവിടെയൊക്കെ നല്ല അവിടെ ഷട്ടർ അടച്ചിട്ടിരിക്കുകയാണ്. ഇത് തുറന്നിട്ടുള്ള ടൈമിൽ വരണം, അപ്പോഴാണ് ഇത് ശരിക്കും ആ ഒരു ബ്യൂട്ടി നമുക്ക് അപ്പോഴേ മനസ്സിലാകും. ഇപ്പം നല്ല മഴയും പെയ്യുന്നുണ്ട്, അതാ പ്രശ്നം. നമ്മൾ ഇവിടുന്ന് കയറട്ടെ. ഇപ്പം ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. മേലെ കയറിയിട്ട് ഇത് അവിടെ നമുക്ക് വന്നിട്ട് അവിടെ ചെല്ലാം. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മലക്കപ്പാറയിലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ നേരെ വാൾപ്പാറയിലേക്കാണ് പോകുന്നത്. വാൾപ്പാറ ഇതേപോലെ അല്ല കേട്ടോ. ഒന്ന് എന്താ വെച്ചാൽ അവിടെ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയൊരു നല്ല സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഇവിടെ വന്നേ മുതൽ ഫുൾ ടൈം മഴ ഉണ്ട്. അത് നമ്മളെ ശല്യപ്പെടുത്തുന്ന രീതിയിലല്ല, ചെറിയ രീതിയിൽ ഫുൾ ടൈം ആയിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സ്ഥലമാണ് ഇവിടെ. ഇവിടെ എന്താ ഒരു കോട്ടേജാ തോന്നുന്നു, അങ്ങനെ എന്തൊരു സംഭവം ഉണ്ട്. നമുക്ക് എന്തായാലും ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുന്നില്ല. നമ്മൾ വാൾപ്പാറ ഒന്ന് ജസ്റ്റ് അവിടെ ഒന്ന് കറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ പൊള്ളാച്ചി വഴി മൂന്നാറിലേക്ക് പിടിച്ചിട്ട് മൂന്നാറിൽ സ്റ്റേ ചെയ്യാൻ കേട്ടോ വിചാരിച്ചതിന്. അവിടെ ആ മരങ്ങളൊക്കെ നോക്കി അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ വേണമെങ്കിൽ ചെന്ന് കാണിച്ചു തരാം. സമയമാണ് പ്രശ്നം. വേണ്ട, നമുക്ക് ഇവിടുന്ന് വീടാം. അത് വാൾപ്പാറ കണ്ട് നമുക്ക് മൂന്നാറിലേക്ക് ഇന്ന് രാത്രി ആകുമ്പോഴത്തേനും എത്തണം. അതാണ് കണ്ടോ, ഇവിടെയൊക്കെ നല്ല മനോഹരമായിട്ടുള്ള തൈലത്തോട്ടങ്ങളൊക്കെ കണ്ടത്. ഈ ടൈമിൽ മഞ്ഞ് അധികം ഇല്ല, പക്ഷേ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇത് അങ്ങോട്ടൊക്കെ നോക്കി നിങ്ങൾ, ഈ മരങ്ങൾ, അതായത് നമ്മൾ ഇങ്ങനത്തെ മരങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ ഫോട്ടോ പിടിക്കാൻ അടിപൊളി സ്ഥലം കേട്ടോ. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇതേ നല്ലൊരു ഫോറസ്റ്റ് ഏരിയ ഒക്കെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാണ് ഞാൻ പറഞ്ഞത്, 6 മണി ആവുന്നതിൻ്റെ മുന്നേ അവിടെ എത്തുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിതാ ഇവിടെ നിന്ന് പോകുന്നുട്ടോ. നമ്മളിനി ഇവിടെ എവിടെയെങ്കിലും നമ്മളൊരു സ്ഥലത്ത് നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കണം. നമ്മൾ വീട്ടിൽ നിന്നെല്ലാം ഭക്ഷണമൊക്കെ റെഡി ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ ഭക്ഷണം കഴിക്കണം ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സൈഡാക്കിയിട്ട്. ഇവിടെയൊക്കെ നല്ല സ്ഥലമാണ് കേട്ടോ, നല്ല. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എന്താ ഒരു ഉപകാരം വെച്ച് കഴിഞ്ഞാൽ മഴയും ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ആനമലൈ ഒരു ഭാഗത്തുള്ള ഫോറസ്റ്റിലേക്കാണ് കയറാൻ പോകുന്നത്. സോ എന്തായാലും രാവിലത്തെ വീഡിയോ നിങ്ങൾ, അതായത് പാർട്ട് 1 ഒന്ന് കണ്ട് നോക്കി നോക്കാം. അതിൽ നമ്മൾ കുറച്ച് മൃഗങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് നമ്മൾ വൈകുന്നേരം ടൈമിലാണ് കയറാൻ പോകുന്നത്. സോ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, എല്ലാം ഒത്തിട്ടിയേ. വിശാൽ ഇത് അവിടെ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ.
സോ എന്തായാലും അപ്പോൾ ഞാനിവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നേരാണ് ചെന്നു. പശുക്കളൊക്കെ അത് കാട്ടുപോത്ത്, ഇത് പശു. ശരി, പൊള്ളാച്ചി. ഇപ്പോ സമയം നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇപ്പൊ ശരിക്കും 2 മണിയാണ് സമയം, ഉച്ച 2 മണിയാണ് സമയം. നമ്മള് ഈ കാട് കയറി ഇറങ്ങുന്ന ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേന് 4 മണി ആ ടൈമൊക്കെ ആവുന്നുണ്ടാവും. അവിടെ ആ ഒരു ടവറിന്റെ ഭാഗത്ത് നോക്കി അവിടെയൊക്കെ നല്ല മഞ്ഞുണ്ട്. ഇവിടെ ഒരു ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ. ഇവിടെ ഹോം സ്റ്റേ ഇവിടെ കുറെ ഉണ്ട്. അതായത് നമ്മുടെ മലക്കപ്പാറയിലാണെങ്കിലും വാൾപ്പാറയിലാണെങ്കിലും 500 രൂപക്കും, അതുപോലെ തന്നെ 1000 ഇപ്പൊ നമ്മള് ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ 2000 രൂപ ഉള്ളിലുള്ള നല്ല ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ വാൾപ്പാറ ഒരു ഭാഗത്തൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ മലക്കപ്പാറ ആണെങ്കിലും ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് 500 രൂപയുടെ എന്തിട്ട് അവിടെ ബോർഡ് കണ്ട്, അങ്ങനെ ഒരു ഹോം സ്റ്റേ ആണ് ഇപ്പൊ നമ്മൾ അവിടെ കണ്ടിട്ടുള്ളത്. സോ ഇവിടുന്ന് ഇപ്പൊ ഇനി അങ്ങോട്ട് റേഞ്ച് ഉണ്ടാവില്ല, അതുപോലെ തന്നെ കാട് ഏരിയയാണ്, കടകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സോ ഞങ്ങൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കഴിച്ചതിന് ശേഷം ആണ് ചെല്ലാൻ. ഇപ്പോൾ എവിടെയെങ്കിലും വണ്ടി നല്ല സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒതുക്കാൻ വേണ്ടി നിൽക്കാം. ഇത് 2 റൂട്ട് വരുന്നുണ്ട് അല്ലേ, ജസ്റ്റ് ചെക്ക് ചെയ്യട്ടെ. പളനി, ചാലക്കുടി, ബാലാജി ടെമ്പിൾ. ഇനി ഇവിടുന്ന് ഫുള്ള് ചുരം കയറട്ടെ. നമ്മളിത് ഫസ്റ്റ് ഹെയർ പിൻ വളവ് കയറും. എത്ര 40 ഹെയർ പിന്നാ? ഇവിടുന്ന് 40 ഹെയർ പിൻ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഫസ്റ്റത്തെ കയറി, ഇനി നമ്മളിങ്ങനെ കയറി പോവാട്ടാ. ഓക്കെ, 2ാമത്തെ ഹെയർ പിൻ. നമ്മള് കേറുന്ന ഓരോ കയറിലും നല്ല രീതിയിൽ മഞ്ഞിറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഫസ്റ്റ് നമ്മളിവിടെ രാവിലെ വന്നപ്പോൾ നല്ല മഞ്ഞുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടെ മഞ്ഞ് കാര്യങ്ങളൊക്കെ. നിങ്ങൾ നോക്കിയാൽ അവിടുന്ന് നമ്മൾ കയറുന്ന പോലെയല്ല, നമ്മൾ അവിടുന്ന് കയറി വന്നേക്ക് ഫുള്ള് മഞ്ഞായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇർട്ടായ പോലെ ഒരു ഫീല് വരുന്നുണ്ട്. നമുക്ക് ഇനി ഒരുപാട് നമുക്കണ്ട് പോവാണ്ട്. ഞാൻ അഞ്ചാമത്തെ ഇനി ഉണ്ടാവും സാധനം, ഇനി ഉണ്ടാവും ഒന്നെടുത്താണ്. അത് മേലൊക്കെ നോക്കണേ. അവിടെ കൊറേ ഉണ്ട്. ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഞാൻ കൊടുക്കണ ഇങ്ങോട്ടേ അല്ലെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ആ ഉള്ളിക്ക് വരും കേട്ടോ, ഉള്ളിൽ കയറും. അതിൻ്റെ ഒക്കെ പേടി. അതിന്റെ മടി കയറി വരും. ഇങ്ങോട്ട് വരുന്നില്ലേ? അതിന് പേടി വരും. അതാ മരത്തുമ്മ കുറേ ഉണ്ട്. എത്തി നോക്കണം. ഓക്കെ ഗൈസ്, ഇപ്പൊ നമ്മൾ നിക്കുന്നത് ഇത് എത്രാമത്തെ ഹെയർ പിന്നാ? ഇനി 36 ബാക്കിയുണ്ട് കേട്ടോ. ടോട്ടൽ 40 ഹെയർ പിന്നാണ് കയറാനുള്ളത്. സോ എന്തായാലും നമ്മളിവിടെ നിർത്തിയത്, ഇവിടെ നല്ല മഞ്ഞുണ്ട്, പിന്നെ മഴ പെയ്യുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ അതുപോലെ അവിടെ എന്തോ ഒരു സംഭവമുണ്ട്, നമ്മളൊരു വ്യൂ പോയിന്റ് പോലെ ഒരു സംഭവമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങളിപ്പോൾ ഇവിടെ നോക്കിയാൽ നല്ല മഞ്ഞാണ്. ഇതാണ് സ്ഥലത്ത്. അവിടെ ഒരു സ്റ്റാച്ചു പോലത്തെ ഒരു സംഭവം ഉണ്ട്, അവിടെ നല്ല മഞ്ഞുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കട്ടെ ചേട്ടാ. അപ്പോൾ ഭക്ഷണത്തിന് ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കാണ്. ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞാനായിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ താഴത്ത് വിരിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കാർപ്പറ്റ് ഒക്കെ കൊടുന്നു കേട്ടോ. പക്ഷേ ഇവിടെ എന്താ വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ താഴത്ത്, അതുകൊണ്ട് പറ്റില്ല. അതുപോലെ തന്നെ ചെറുതായിട്ടൊരു മഴയല്ല, ഒരു മഞ്ഞ് പോലെ നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ. അത്രക്കും തണുപ്പ്, നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്.
ഗൈസ് നമ്മൾ ഈ ഒരു ട്രിപ്പ് വന്നല്ലേ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള 2 മൊമെന്റ് ഏതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ വന്നല്ലേ, രാവിലെ ഇത്ര നല്ല മഞ്ഞുണ്ടാകുന്ന ടൈമിൽ നമ്മൾ കാട് കടന്നിട്ട് നമ്മൾ മലക്കപ്പാറയ്ക്ക് വന്നിട്ടുള്ള ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു സമയം പിന്നെ ഇപ്പോഴാണ്. കാരണം ഇപ്പോൾ ശരിക്കും നമ്മൾ വന്നിട്ട് ഏറ്റവും ബെസ്റ്റ് ക്ലൈമറ്റ് കാണുന്നത് ഇത് എപ്പോഴാണ്. ഞാൻ അടുക്ക് ചെന്നിട്ട് കാണിച്ചു തരാം. അവിടെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്, അവിടെ നിന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഏതൊക്കെ ബസ് ഏതൊക്കെ വരുന്നുണ്ട്. കാറാണ്. ആ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അവിടെ എന്തിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. ഈ കാണുന്ന സംഭവം എന്തിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. എന്താ സംഭവം നമ്മൾ പറഞ്ഞ ഇവിടുത്തെ സ്റ്റാച്ചു ഇതാട്ടോ. അതെന്താ സംഭവം? Pioneer of this district, born August 20 from February 1999. ഇതെന്താ മറ്റേ വെതർഫീൽഡ് ഫെബ്രുവരി പിയോണർ ഇതാ എന്താ പിയോണർ ഓഫ് ദിസ് ഡിസ്ട്രിക്റ്റ് എന്നാണ് ഇതേ. അവിടെയൊക്കെ നോക്കിയോ? അയ്യോ, അവിടുത്തെ ഒരു ക്ലൈമറ്റ് നോക്കി നിങ്ങളെ ഗൈസ്. ഇത് ഒരു അടിപൊളി വ്യൂ പോയിന്റ് ആണ്. നിങ്ങൾ നോക്കിയൊക്കെ ഈ മരം നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ട് പരിചയം തോന്നുന്നുണ്ടോ? നമ്മൾ മഞ്ഞുമൽ വോയിസിൽ ആ മരം ഇല്ല കേട്ടോ, അതിലുള്ള ഒരു ഇരിക്കുന്ന മരം ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു മരമാണിത്. അതേപോലെ തന്നെ താഴത്തുനിന്ന് നല്ലൊരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക്. നല്ല ഒരു കാറ്റിൻ്റെയും ആ ഒരു മഴയുടെ ഒക്കെ സൗണ്ടൊക്കെ കേൾക്കാൻ കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഒന്നും കാണാനില്ല, ഫുള്ള് മഞ്ഞ് നിറഞ്ഞു കിടക്കുക. അതുകൊണ്ട് നോക്കി ഫുള്ളതെ രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. അതുകൊണ്ട് താഴത്തുനിന്ന് ആ ഒരു എന്താ പറയുക, ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ അവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. അതായത് ആ ഭാഗത്ത് നല്ല മഴ പെയ്യുന്നുണ്ടേനും ഇവിടെ എന്നാൽ മഴ ഇല്ലേനും അങ്ങനെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. കാരണം അവിടുത്തെ ശബ്ദം നല്ല രീതിയിൽ കേൾക്കാനുണ്ട് കേട്ടോ. നമ്മൾ ഈ ഫോണിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അത്ര പെട്ടെന്ന് ക്യാച്ച് ചെയ്യണില്ല. എന്നാൽ ഇത് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയി. നമ്മൾ ഇവിടെ ഗൈസ്, ഇത് 32ാമത്തെ ഹെയർപിൻ വളവ്. ഇനിയിപ്പോൾ എത്ര ഉണ്ട്? 40 ഹെയർപിൻ വളവുണ്ട് കേട്ടോ. ടോട്ടൽ 40 ഹെയർപിന്നിൽ നമ്മൾ 32ാമത്തെ ഹെയർപിൻ എത്തിയിട്ടുള്ളൂ. ഇനി ഇവിടുന്ന് ഒരുപാട് കയറാണ്ട്. ഓക്കെ, ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടാൽ നിങ്ങൾ വൈകുന്നേരം ഇപ്പോൾ സമയം ഞാൻ പറയട്ടെ, സമയം ഇപ്പോൾ കറക്റ്റ് 2:30 ടൈമാണ്. 2:30 ടൈമത്തെ ക്ലൈമറ്റാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോകാൻ നിൽക്കാട്ടാ. തലക്കാകെ നനഞ്ഞു, ഇപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഇങ്ങോട്ട് വന്ന് നോക്കിയതാണ്. ഇപ്പോഴും മഞ്ഞിന് കുറവൊന്നുമില്ല, മഞ്ഞ് കൂടിയിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഇപ്പോൾ സമയം 2:30 സമയമായിട്ടുണ്ട്. സോ എന്തായാലും നമ്മൾ ഇവിടുന്നാണ്ട് പോകും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഓരോ ഹെയർപിൻ ഇറങ്ങിക്കൊണ്ട് വരിക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ മഞ്ഞ് കൂടുന്നുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് നോക്കിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അവിടുത്തേക്കാളും കൂടുതൽ മഞ്ഞിങ്ങനെ കൂടി വരുന്നുണ്ട് കേട്ടോ. ഇനി 30 എണ്ണം അല്ലേ, ഇനി 30 ഹെയർപിന് ഇറങ്ങാൻ കേട്ടോ. അത് നമ്മളിത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കാട്ടിലേക്ക് എൻട്രി ചെയ്യും. നമുക്ക് 10 എണ്ണം കഴിഞ്ഞ് ഇനി 30 എണ്ണം. എന്താ വെള്ളച്ചാട്ടം എന്താ അവിടെ ബസ്. എൻ്റെ എന്താ സംശയം ഋഷാലേ? നല്ല ആന ഉണ്ടാവുന്ന സ്ഥലം, നല്ല ആന ഉണ്ടാകുന്ന സ്ഥലം നമ്മളെ തൃശ്ശൂർ പൂരം. കാട്ടിൽ തന്നെ ഇപ്പൊ നമ്മള് പോകുമ്പോ ആണ്. തോനെ കാണാലോ ഈ സ്ഥലം നോക്കി. നമ്മളിതാ ഇവിടെ അടുത്ത ഹെയർപിൻ ഇറങ്ങുന്നുണ്ട്. ഇനി 26 ഹെയർപിൻ അട്ടന്നെ ഇറങ്ങാനുള്ളത് നമുക്ക്. ഇപ്പോ ഇനി 40 എണ്ണത്തിൽ 26 എണ്ണം ഇനി നമുക്ക് ബാക്കിയുള്ളത്. ചെക്ക് പോസ്റ്റില് ചെക്കിംഗ് ഒന്നുമില്ലേ? അവിടെ ഒന്നും ഇല്ലാതെ ഇവിടെ കേറിയപ്പോ ഫുള്ള് മഞ്ഞായി. ആൾക്കാർ കൊണ്ടുപോലും ഒന്നും കാണല്ലേ ഇങ്ങനെ ആയില്ലേ. വഴി നോക്കി റോഡ് മാറണം കാണും.
ഗൈസ് ഇത് വന്ന് ഫുള്ള് മഞ്ഞായിട്ട് ഇതിപ്പോ ഒന്നും കാണാൻ പറ്റാതെ ചെവി അടഞ്ഞു, ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ. കേട്ടാ അയ്യോ ഗൈസ് ഇവിടുന്ന് ഇതിന്റെ അപ്പുറത്ത് ഏതാ ഡാം അറിയില്ല, ഞാൻ കാണിച്ചു തരാം. ഒരു ഡാം ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടുന്ന് കാണാണ്ട് ചെറുതായിട്ട് ശാണ്ട് ഇറങ്ങുമ്പോ കാണുന്നുണ്ടാവും. കാണിച്ചു നല്ല ലൊക്കേഷൻ. ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഡാം ക്ലിയർ ആയിട്ട് കാണട്ടെ. ഞാൻ എവിടെയെങ്കിലും നല്ല സ്ഥലം കാണുമ്പോൾ അവിടെ നിർത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല വലിയ ഡാമാണ്. ഞാൻ ഇവിടുന്ന് നോക്കിയാണ് ഇവിടെ പറ്റില്ലല്ലേ, അവിടെ ഇറങ്ങാൻ പറ്റുന്നിടത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗൈസ് ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഡാം കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ഇതവിടെ ഞങ്ങൾ ഇവിടെ ഇറങ്ങി കുറെ കുരങ്ങന്മാർ ഇതവിടെ വന്നിട്ടുണ്ടോ. ഞാൻ മറ്റേ ഡാം കാണിച്ചു തരാം കേട്ടോ. ഡാം ഇത് ഇവിടുന്ന് ക്ലിയർ ആയിട്ട് കാണാണ്ട്. അയ്യവാ ഡാമുണ്ട്, അതിൻ്റെ ഫ്രണ്ടിലായിട്ട് അത് ഒരു വലിയ മലയുണ്ട്. അവിടെ നോക്കിയേ, ഞാനുണ്ട് നോക്കി നോക്കി. അത് വലിയ ഡാമായിട്ട് ഇത് ആ സൈഡിൽ നിന്ന് മുതൽ ഇവിടേക്കൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ വലിയൊരു മല. ഓക്കെ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഹെയർ പിൻ ഇത് ഇവിടെ ഇറങ്ങിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളങ്ങനെ ഹെയർ പിൻ നമ്മുടെ 40 ഹെയർ പിൻ ഇറങ്ങാണ്ടായിരുന്നു. നമ്മൾ 40 ഹെയർ പിന്നും ഇറങ്ങിക്കഴിഞ്ഞ് ഇപ്പോൾ ഇതാ നമ്മൾ അവിടെ നിന്ന് കണ്ട ഡാം ഇതാ നേരെ നമ്മുടെ റൈറ്റിലുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പോകുന്നത്. ആദറാജ് കണ്ടില്ല, ദേ അങ്ങോട്ട് നോക്ക്. ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആനമലൈ പൊള്ളാച്ചി ഭാഗത്താണ് കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് അതിമനോഹരമായിട്ടുള്ള സ്ഥലത്തേക്കാണ്. നമ്മൾ ഇവിടുന്ന് ഇനി ഇങ്ങനെ അടുത്ത നെക്സ്റ്റ് ഗുണ്ടൽപേട്ട ആടുണ്ട്, അത് കയറണം. അതാണ് മെയിനായിട്ട് ഒരു ക്യൂരിയോസിറ്റിയിൽ നിൽക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടാവും എന്നാണ് പ്രതീക്ഷ. കാരണം ഒരു 6 മണി ആ ടൈം ആകുമ്പോഴേ നമ്മൾ കയറാം. സോ പറ്റിയ മതിയായിരുന്നു അല്ലേ. നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ ഒരുപാട് മിനിറ്റ് ആയിട്ടില്ല നമ്മൾ വീഡിയോ ചെയ്തിട്ട്. കാരണം നമ്മൾ ഒരുപാട് വീഡിയോസ് അങ്ങനെയല്ല, നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ ഒരുപാട് മിനിറ്റ് ആയി. കാരണം നമ്മളിന്ന് 3rd പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. സോ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ ഇടുമ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇത് വീഡിയോ ഇട്ടതിൻ്റെ പിറ്റേ ദിവസത്തെ തന്നെ ഇട്ടിട്ടുണ്ടാവും. സോ എന്തായാലും ഇത് ഇട്ടിട്ട് ഒരു 1 day ഒക്കെ 2 day ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇട്ടിട്ടുണ്ടാവും. അതൊന്ന് ജസ്റ്റ് ചാനൽ കയറി നോക്കിയാൽ മതിട്ടാ. ഞാൻ ഓർമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ബൈ ഗൈസ്. എന്തായാലും ഇന്നൊരു മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. മറ്റേ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഒരു സ്ഥലത്ത് ചെന്നിരുന്നില്ലേ, അതുപോലൊരു എക്സ്പീരിയൻസ് നമ്മൾ ഈ ഒരു ട്രിപ്പിൽ വന്നിട്ട് എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അത് അത്ര ഒരു പ്രത്യേക ഒരു തരം ഒരു ഫീലായിരുന്നു അത്. സോ എന്തായാലും ബൈ ഗൈസ്, ടാറ്റാ.